മലയാള സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ചിത്രത്തെ പറ്റിയാണ്. വേറെ ഒന്നുമില്ല, ദൃശ്യം 3 കഴിഞ്ഞിട്ട് വേറെ ഏത് ചിത്രമുണ്ട് അല്ലേ? 2026 നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, മലയാള സിനിമാ ലോകം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 1 വന്നതിന് ശേഷം ഓരോ പാട്ടിനു വേണ്ടി ഇതുപോലെ കാത്തിരുന്ന നിമിഷമില്ല എന്ന് പറയും. എനിക്ക് തോന്നുന്നു ജിത്തുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സിനിമ കൂടിയാണ് ഇത്. ജിത്തുവിൻ്റെ കുറച്ച് നാളായിട്ടുള്ള സിനിമകളെല്ലാം ദൃശ്യത്തിൻ്റെ എന്താ പറയുക നിഴലായി മാറുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിനിടയിൽ ജിത്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായിട്ട്, ജിത്തുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്ന ഒരു സിനിമയായിട്ട് ദൃശ്യം 3 മാറുന്നു. അതുപോലെ തന്നെ ദൃശ്യം 3യുടെ വിജയം ഒരുപക്ഷെ ദൃശ്യം 4ഓ 5ഓ ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 360 കോടിക്ക് വേണ്ടി ഈ ചിത്രം പനോരമ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വിറ്റു എന്നുള്ള വാർത്ത ആദ്യമേ നമ്മളെ ഞെട്ടിപ്പിച്ചു. അതിനുശേഷം ഓവർസീസ് റൈറ്റ്സ് വിറ്റത് കോടിക്കണക്കിന്, ഏകദേശം 50 കോടി രൂപയ്ക്ക് അടുത്ത് ആണ് വിറ്റത് എന്നുള്ള വാർത്തയും വരുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ദൃശ്യം എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ചിത്രം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. പാൻ വേൾഡ് എന്നൊക്കെ പറയേണ്ടി വരും. കാരണം എല്ലാ രാജ്യത്തിലെയും ജനങ്ങൾ കാത്തിരിക്കുന്ന, മലയാള സിനിമയിലേക്ക് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. അപ്പോൾ അതിനിടയിൽ ഇപ്പം പുറത്തു വരുന്ന വാർത്ത, ഇതിൻ്റെ ചിത്രം ഇറങ്ങാൻ വേണ്ടി ഏകദേശം 10-40 ദിവസം കൊണ്ട് കാത്തിരിക്കേണ്ടി വരും. ഏപ്രിൽ 2-ാം തീയതിയാണ് ചിത്രം ഇറങ്ങുന്നത്. തിയേറ്ററിൽ ബുക്കിംഗ് ഒന്നും ആയില്ല. പക്ഷേ ബുക്ക് മൈ ഷോയിലൂടെ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അതിൻ്റെ പോസ്റ്ററൊക്കെ പുറത്തു വരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു എമ്പുരാനിലൂടെയാണ് നമ്മൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ബുക്ക് മൈ ഷോ തന്നെ അടിച്ചു പോകുന്ന സന്ദർഭം നമ്മൾ കണ്ടു. ആ ലെവലിലേക്ക് ദൃശ്യം 3 എത്തുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കുടുംബ ചിത്രം ഇത്രമേൽ ജനങ്ങളെ സ്വാധീനിച്ച ഒരു ചിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇനി പോസിറ്റീവ് കൂടെ കിട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വേറെ ലെവൽ സാധനമായിരിക്കും. അതുപോലെ വേറെ വാർത്തകൾ വരുന്നു. തിയേറ്ററൊന്നും ചാർട്ടായിട്ടില്ല, പക്ഷേ മിക്കവാറും തിയേറ്ററിലൊക്കെ ടിക്കറ്റ് തീർന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അനൗദ്യോഗികമായിട്ട് ടിക്കറ്റുകളെല്ലാം തീർന്നു. ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ബുക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. മിക്കവാറും തിയേറ്ററിലൊക്കെ ഒറ്റ മാസത്തെ ടിക്കറ്റ് വരെ തീർന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് ട്രാക്കർമാർ പുറത്തു വിടുന്നു. അതുപോലെ വി ജോർജ് ഇത് പുറത്തു വിടുന്നു. മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ട് വരുന്നു. കാരണം വളരെ വേഗം ടിക്കറ്റ് വിറ്റുപോകും. അത് ഔദ്യോഗികമായിട്ട് ടിക്കറ്റ് വിൽപ്പനയല്ല, അനൗദ്യോഗികമായിട്ട് വിൽപ്പന. അനൗദ്യോഗികമായിട്ട് വിൽപ്പന എന്ന് പറഞ്ഞാൽ പലരും നേരത്തെ തന്നെ കാശ് കൊടുത്ത് എനിക്ക് ടിക്കറ്റ് വേണം, ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ടിക്കറ്റ് വേണമെന്ന് പറയുന്ന ഒരു അനൗദ്യോഗികമായ കണക്കുകളാണ്. എനിക്കൊന്ന് തൃശ്ശൂർ രാഗമൊക്കെ എന്ന് പറഞ്ഞാൽ 14 ദിവസത്തെ ടിക്കറ്റ് വരെ വിറ്റുപോയി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ പ്രമുഖ തിയേറ്ററിലെല്ലാം തന്നെ. അപ്പോൾ ദൃശ്യം 3 വമ്പൻ ഞെട്ടിപ്പിക്കലിനാണ് കളമൊരുങ്ങുന്നത്. എമ്പുരാൻ്റെ തരംഗം തന്നെ തകർത്താൽ അതിശയിക്കാനില്ലാത്ത രീതിയിൽ തന്നെ ദൃശ്യം 3 മാറുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, എമ്പുരാനൊക്കെ മലയാളികളാണ് കാത്തിരുന്നെങ്കിൽ ഇത് ലോകമെമ്പാടുമുള്ള സിനിമ പ്രേമികൾ ദൃശ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു. മലയാളത്തിലുപരി ഹിന്ദി മേഖലയിലുള്ളവരെല്ലാം ഈ കാര്യം എന്താണ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലെല്ലാം ഇതിൻ്റെ റീമേക്ക് വന്നിട്ടുണ്ട്, കൊറിയ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ഈ ദൃശ്യം 3 എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് നമുക്ക് വേണ്ടി, ഇതിൻ്റെ മാജിക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ മാജിക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പുറത്തു നിന്നല്ല, അകത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന് തന്നെ ജോർജ് കുട്ടിക്കെതിരെ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പലരും പടത്തി വിടുന്നത്. ഇതൊക്കെ എന്തുമാത്രം കൃത്യമാണ് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇമോഷൻ ഒക്കെ ആയിട്ട് ഇത് മുന്നേറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ട്വിസ്റ്റാണ് പ്രതീക്ഷിക്കുന്നത്. ക്ലൈമാക്സ് പൊളിയാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും തിയേറ്റർ വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം മറ്റു വിശേഷവും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.